ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഉച്ചയ്ക്ക് ഞാനൊരു തട്ടിക്കൂട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. അത് നിങ്ങൾക്കും കൂടി അങ്ങോട്ട് കാണിച്ചു തരാമെന്ന് കരുതി. ഞാൻ വെക്കുന്ന ബിരിയാണിയിൽ അധികം സാധനങ്ങളൊന്നും ഇടൂല, ഇല്ലതും കൊണ്ട് കണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊരു ബിരിയാണിയാണ്. ബിരിയാണിയിൽ കുറേ സാധനങ്ങളും കുറേ മസാല ഇട്ടാൽ ഒരു പ്രാവശ്യമൊക്കെ അത് കഴിക്കാൻ തോന്നും, പിന്നെ അതെനിക്ക് കഴിക്കാൻ തന്നെ തോന്നൂല. ഫസ്റ്റ് തന്നെ അതാ ഞാൻ ചിക്കനൊക്കെ ഇവിടെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറാക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ബിരിയാണി ദമ്മിടുന്നത്. ആദ്യം ഒരു കുക്കർ എടുത്തിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് നമ്മളെടുത്ത് വെച്ച സവാള ഇട്ട് കൊടുത്തിട്ട് ഏലക്കായും പട്ടയും ഗ്രാമൊക്കെ ഇട്ട് കൊടുക്കുക. അതവിടെ വാടി വരുന്ന സമയം കൊണ്ട് അരിയൊക്കെ ഒന്ന് അളന്നെടുക്കുക. 8 ഗ്ലാസ് അരിക്ക് ഒരു 15 ഗ്ലാസ് വെള്ളം. അരിയൊക്കെ അതവിടെ നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ അരി കുക്കറൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അരി ഇങ്ങനെ പൊട്ടണ സൗണ്ട് ഉണ്ടാവും, അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വെള്ളം ഒന്നിങ്ങനെ തിളച്ച് വരുമ്പോൾ അടച്ച് വെച്ചിട്ട് പിന്നെ ഒരൊറ്റ വിസിൽ മതി കേട്ടോ. അതവിടെ വിസിലടിച്ചോട്ടെ. അപ്പോഴേക്ക് നമുക്ക് ബിരിയാണിക്കുള്ള മസാല അവിടെ ഉണ്ടാക്കാം. ഞാൻ ഈ ബിരിയാണിക്ക് ഒരു സവാള 2 തക്കാളി അങ്ങനെയൊക്കെ ഉള്ളൂട്ട് എടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എടുത്തു വെച്ച സാധനങ്ങൾ. ഞാൻ ഈ ബിരിയാണി പോട്ടിലാണ് ബിരിയാണി വെക്കൽ. ഇതിൽ 1 കിലോ ബിരിയാണി മന്തിയൊക്കെ ഉഷാറായിട്ട് കിട്ടും. അതിൽ തന്നെ കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് അരിഞ്ഞു വെച്ച സവാളയും തക്കാളിയും ഒക്കെ ഒന്നിട്ടിട്ട് വഴറ്റിയിട്ട് മല്ലിച്ചപ്പിൻ്റെ ഇല, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ചിക്കനും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ലാസ്റ്റ് കുറച്ച് തൈരും കൂടിയും ചേർക്കുക. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ മസാല കിട്ടിയിട്ടുള്ളത്. അതൊന്ന് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കുക. ഇതിൻ്റെ ഇടയിൽ ഞാൻ പപ്പടം കൊണ്ടുവന്നിരുന്നു, അതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. ചിക്കനൊക്കെ വെന്ത് കിട്ടിയപ്പോൾ പിന്നെ ഞാൻ ദമ്മിടാൻ നിൽക്കുകയാണ്. ദമ്മിടുമ്പോൾ ഞാൻ സവാള പൊരിച്ചതും അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഇടുന്നില്ല. കുറച്ച് ബിരിയാണി മസാലയും കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇലയും കുറച്ച് നെയ്യും ചേർത്തിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ദമ്മിടുന്നത്. പിന്നെ എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ ഗ്യാസും ഒരു 20-25 മിനിറ്റൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ചിക്കൻ ബിരിയാണി. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ എനിക്ക് മുന്നോട്ട് പോവാൻ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.